അക്ഷയ, മഴ നിലവിൽ പെയ്തൊഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ചാറ്റൽ മഴ പോലുമില്ല. ഞാൻ കുറച്ച് മുമ്പ് നിന്ന പ്രദേശം, അതായത് മണ്ണാമൂല ഇപ്പുറത്തുള്ളൊരു സ്ഥാപനമാണ്, കാർ വാഷ് സെൻ്ററാണ്. അക്ഷയ ചോദിച്ചത് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടില്ല. ഈ പറയുന്ന തൊഴിലാളികൾ ഈ വെള്ളം ഇവിടുന്ന് എന്താ പറയുക, കോരിക്കളയുന്നൊരവസ്ഥയിലേക്കാണ്. കാരണം താഴ്ന്ന പ്രദേശമാണ്, ഇറങ്ങാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല. ഈ രണ്ട് വശങ്ങളിലും വെള്ളം കാണാം. ഇത് റാമ്പാണ്. എനിക്ക് തോന്നുന്നു റാമ്പിന് 5 പടികൾ എന്തുകൊണ്ട്, ഒരു പടി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഈ റാമ്പിൽ മുഴുവൻ വെള്ളമാണ്. അത്തരത്തിൽ ഈ തൊഴിൽ ഇടം പോലും പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിലേക്ക് ഇനി കോരിക്കളഞ്ഞാൽ മാത്രമേ വണ്ടികൾ വൃത്തിയാക്കാൻ കഴിയൂ. ആദ്യം വണ്ടി വൃത്തിയാക്കും മുമ്പ് അവർക്ക് ഇത് സ്ഥലം വൃത്തിയാക്കണം. നമ്മുടെ ഒപ്പം ഇവിടുത്തെ ജീവനക്കാരനുണ്ട്. നല്ല വെള്ളമായിരുന്നല്ലോ ഇവിടെ? അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു. ഏറെക്കുറെ ഈ റാമ്പിന്റെ ഒരു കണക്കിന് ആ ഒരു ടാങ്കിന്റെ ആ ലെവലിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. ഇറങ്ങിയാണ് കിടന്നത്. പിന്നെ ഇന്ന് രാവിലെ അത്യാവശ്യം വെള്ളം ഇറങ്ങിപ്പോയെന്നേ ഉള്ളൂ. അപ്പോൾ ഇറങ്ങിപ്പോയപ്പോൾ നമ്മളിവിടെ ക്ലീൻ ചെയ്താലേ അത്യാവശ്യം വണ്ടി വരത്തുള്ളൂ. അതാണ് ക്ലീനിങ് മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര മണിക്കാണ്? ഇന്നലെ രാവിലെ ഒന്നും വെള്ളം ഇല്ലായിരുന്നു. രാവിലെ പിന്നെ ഉച്ചയ്ക്കാണ് വെള്ളം കയറി തുടങ്ങിയത്. രാവിലെ ഏറെക്കുറെ 6 താന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ വെള്ളം അവിടെ നിന്ന് ഒഴുക്ക് കൂടുന്തോറും ഇവിടെ ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നു. അറിയത്തില്ല, അവിടെ നിന്നല്ലേ ഇങ്ങോട്ട് ഒഴുകി വരത്തുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ തൊട്ടുപുറകിൽ വീടാണ്. അതായത് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ താമസിക്കുന്ന വീടാണ്. അവിടെ അവർ നിലവിൽ സ്ഥിരതാമസമില്ലെങ്കിൽ പോലും അവിടെ എല്ലാം വെള്ളം, നമുക്ക് ഈ താഴെ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഈ ആറിൽ നിന്ന് നേരെ വെള്ളം ഇപ്പുറത്തേക്ക് ഇറങ്ങിയാണ് ഇത്രമാത്രം വെള്ളം ഉണ്ടായത്. അവർ നിലവിൽ ഈ ജോലി എടുക്കേണ്ട സ്ഥലം ഒന്ന് വൃത്തിയാക്കി വെള്ളം കളഞ്ഞെങ്കിൽ പോലും എത്രമാത്രം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതായത് ഈ ആറിന് കുറുകെയുള്ള അല്ലെങ്കിൽ വശങ്ങളിലുള്ള വീടുകളുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഇത്തരത്തിൽ ഈ വീടിനുള്ളിൽ ഇപ്പോൾ നിലവിൽ തൊഴിലാളികൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഉള്ളിലാണ്. സ്ഥിരമായി ആരും താമസമില്ലെങ്കിൽ പോലും ഇവിടെ നമ്മുടെ ജീവനക്കാരൻ ഇവിടെ എത്രമാത്രം വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് എത്രമാത്രം വ്യക്തമാവുമെന്നറിയില്ല. ആ ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതായത് ഈ സ്ഥാപനമാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലമാണ്, നമ്മളിപ്പോൾ കണ്ട റാമ്പാണ് ഇവിടെ കാണുന്ന ഈ വീടാണ്. നമുക്ക് ഇത്രമാത്രം വെള്ളം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നൊരു അവസ്ഥയായിരുന്നു. ഇവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ എത്രമാത്രം നോക്കൂ, ഈ റാമ്പ് പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ വീടിൻ്റെ കഥയാണ് കാണുന്നത്. അപ്പോൾ ഇത്രമാത്രം വെള്ളം ഈ ആറിൽ നിന്ന് ഒലിച്ചിങ്ങോട്ട് ഇറങ്ങി. അതാണ് രാവിലെ മുതൽ ഇവർ ശ്രമകരമായി 3-4 പേർ ചേർന്ന് വെള്ളം ഇവിടുന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കയറിയ ഇടങ്ങളിലൊക്കെ വെള്ളം കോരിക്കളയാനുള്ള ശ്രമം നടത്തുകയാണ്. വെള്ളത്താൽ ചുറ്റപ്പെട്ട വീടിന് ചുറ്റും വെള്ളം കയറിയ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്.